മോഹൻലാൽ ചിത്രം റിലീസായതല്ല ട്രെൻഡിങ് ആയത്, മോഹൻലാൽ ചിത്രത്തിന്റെ പേര് ട്രെൻഡിങ്ങിലായി. ഇപ്പം തുടരും സിനിമ തരുൺമൂർത്തി ആ പേര് പ്രഖ്യാപിച്ചപ്പം നമ്മൾ ആരും അധികം പ്രതീക്ഷയില്ല. തുടരും ഒരു സാധാരണ പേര്, പക്ഷെ പടം സൂപ്പർ മേഖല മലയാള സിനിമയിലെ എണ്ണമറ്റ ചിത്രങ്ങളിൽ കളക്ഷനിൽ റെക്കോർഡിലോട്ട് പോയപ്പം ആൾക്കാർ ഇഷ്ടംപോലെ കാണുകയും എല്ലാവരും കണ്ടപ്പോഴത്തേന് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പോലും തകർത്ത് വാരിയപ്പം ഈ തുടരും എന്ന് പറയുന്ന ടൈറ്റിൽ പഴയതിനെ ടാഗ് ലൈനായിട്ട് മാറി. രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും ലോകമെമ്പാടിയുള്ള മലയാളികളെല്ലാം തകർത്ത് തുടരും, വിജയം തുടരും. എല്ലാവരും അധ്യാപകരായിട്ടോ വിദ്യാർത്ഥികളായിക്കോട്ടെ എല്ലാവരും ഒരു പ്രായഭേദമില്ലാതെ തുടരും എന്ന് പറഞ്ഞ ക്യാപ്ഷൻ അങ്ങ് പിടിച്ചു. അതേപോലെ ക്യാപ്ഷൻ പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാപ്ഷനാണ് തരുൺമൂർത്തിയുടെ ഏറ്റവും പുതിയ L366 പേരിട്ടേക്കുന്നത് അതിമനോഹരം. ഈ സിനിമ ഹിറ്റായാൽ അതിമനോഹര ചിത്രമാണ് എന്നുള്ള രീതി വരാം. ഒരുപാട് തുടരും പോലെ ഒരുപാട് ടാഗ് ലൈൻ വരാൻ ചാൻസ് ഉള്ള സിനിമയാണ്. ഒരു ഗംഭീര ടെക്നിക്കൽ ടീം ഇതിൻ്റെ പുറകിലുണ്ട്. ഗംഭീര കാസ്റ്റിംഗ് ആണ്. മോഹൻലാലിൻ്റെ ഈ അടുത്തിടയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാസ്റ്റിംഗ് എന്ന് എനിക്ക് തോന്നിയത് ഈ അതിമനോഹരത്തിനെയാണ്. മോഹൻലാൽ, മനോജ് കെ ജയൻ, ലാലു ലക്സ്. ഈ ലാലു ലക്സിനെ മനോജ് കെ ജയനെ നമുക്ക് ഇടയ്ക്ക് മലയാള സിനിമ കിട്ടത്തുള്ളൂ. അതിഗംഭീര 2 ആക്ടേഴ്സാണ്. മുകേഷ്, ജഗദീഷ്, സുധീഷ്, ഇങ്ങനെ അങ്ങോട്ട് ചറപറ ആക്ടേഴ്സ്, സീനിയർ ആക്ടേഴ്സ്. അന്നേരം പലതിനകത്തും വരുന്നുണ്ട്. ആഷറും പിള്ളേരും തൂക്കിയിട്ടുണ്ടെങ്കിൽ ഈ മോഹൻലാലിൻ്റെ ഈ ക്യാരക്ടർ നല്ല ശബരിമലയിൽ ഇങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് പോലീസുകാരനായിട്ട് നിൽക്കുന്ന ആ പോസ്റ്ററാണല്ലോ വന്നേക്കുന്നത്. ഉറപ്പായിട്ട് ഈ SI തൂക്കും എന്ന് പറഞ്ഞുകൊണ്ട് SIയും സീനിയർ ആക്ടേഴ്സ് തൂക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ട്രോളുകളും വരുന്നുണ്ട്. ഉറപ്പായിട്ട് ഇതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം നല്ലൊരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എന്തായാലും തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്യും. നല്ല പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മിന്നിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട.